ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ MDSന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ MDS എക്സാമിന് സീരിയസ്ലി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് തണ്ടർ ബാച്ച് എന്നൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രാറ്റജിക്ക്. ഓൾറെഡി ഇന്നലെ അനിൽ സാറ് പറഞ്ഞിരുന്നു സ്ട്രാറ്റജിക്ക് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള ഇമ്പോർട്ടൻസ് എത്രയാണെന്ന്. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നേ നടന്ന എക്സാംസ് നോക്കുവാണെങ്കിൽ 2023 നടന്ന MDSന്റെ എക്സാം നോക്കുവാണെങ്കിൽ ടോട്ടൽ 300 ക്വസ്റ്റ്യൻസ് കേട്ടോ. ടോട്ടൽ 300 ക്വസ്റ്റ്യൻസ് സ്റ്റാറ്റിക് GK എന്ന് പറയുന്ന പോർഷനിൽ നിന്നായിരുന്നു. ഓക്കെ, 300 ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റാറ്റിക് GK എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർലി ക്ലാസ് കേൾക്കുന്ന ടൈമിൽ തന്നെ എന്ത് ചെയ്യുക, നോട്ട്സ് എഴുതി പോവാം. ഓക്കെ, ഞാൻ അതായത് ഇപ്പം വീഡിയോയുടെ ടൈം ഡ്യൂറേഷൻ എത്ര മിനിറ്റ് ആണോ ആ പ്രോപ്പർ ടൈമിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നേരം തന്നെ പഠിച്ചു പോവുക. പിന്നീടുള്ള ടൈം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. നമ്മൾ സ്ട്രാറ്റജിക്ക് ആയതുകൊണ്ട് തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, മറന്നു പോകും. അതുകൊണ്ട് തിങ്കൾ മുതൽ വെള്ളി വരെ എന്ത് കാര്യങ്ങളാണോ പഠിക്കുന്നത് അത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശനിയും ഞായറും യൂസ് ചെയ്യണം. പഠിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അതുകൊണ്ട് ശനിയും ഞായറും എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാൻ വേണ്ടി തന്നെ മാറ്റി വെച്ചേക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കടന്നാലോ. ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ റേസ് ഓഫ് മൈ ലൈഫ് ഈസ് എ ഫേമസ് ഓട്ടോബയോഗ്രഫി ഓഫ് എ ഫേമസ് ഇന്ത്യൻ അത്ലറ്റ്. അപ്പം ദ റേസ് ഓഫ് മൈ ലൈഫ് എന്നുള്ളത് ആരുടെ ഓട്ടോബയോഗ്രഫിയാണ് അറിയാമോ? ദ റേസ് ഓഫ് മൈ ലൈഫ് എന്നുള്ളത് ആരുടെ ഓട്ടോബയോഗ്രഫി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ മിൽഖാ സിംഗ് ആണ് കേട്ടോ. മിൽഖാ സിംഗിന്റെ ഓട്ടോബയോഗ്രഫി ആണ് എന്തെന്ന് പറയുന്നത്, റേസ് ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, റേസ് ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്നത് ആരുടെ ഓട്ടോബയോഗ്രഫി ആണ്, മിൽഖാ സിംഗിന്റെ ഓട്ടോബയോഗ്രഫി ആണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്ലെയിൻ ടു വിൻ എന്നുള്ളത് ആരുടെ ഓട്ടോബയോഗ്രഫി ആണ്, പ്ലെയിൻ ടു വിൻ. പ്ലെയിൻ ടു വിൻ എന്നുള്ളത് സൈന നെഹ്വാൾ. പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നുള്ളത് ഓക്കെ, പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നുള്ളത്, പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നുള്ളത് ഇതാരുടെ ഓട്ടോബയോഗ്രഫി ആണ്, സച്ചിൻ ടെണ്ടുൽക്കറിന്റെ അല്ലേ. പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നുള്ളത് ആരുടെ ആണ്, സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ആണ്. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ആണ് അല്ലെ. ദെൻ കപിൽ ദേവ്, കപിൽ ദേവിന്റെ ബുക്ക് അറിയാമോ, കപിൽ ദേവിന്റെ ഓട്ടോബയോഗ്രഫി അറിയാമോ? സ്ട്രൈറ്റ് ഫ്രം ദ ഹാർട്ട് എന്നാണ് കേട്ടോ. കപിൽ ദേവിന്റെ ഏതാണ്, സ്ട്രൈറ്റ് ഫ്രം ദ ഹാർട്ട് എന്നുള്ള ബുക്കാണ്. സ്ട്രൈറ്റ് ഫ്രം ദ ഹാർട്ട്. ഓക്കെ, ദെൻ യുവരാജ് സിംഗിന്റെ ബുക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും. യുവരാജ് സിംഗിന്റെ ബുക്ക് ഏതാണെന്ന് അറിയാമോ? ദ ടെസ്റ്റ് ഓഫ് എന്താണ്, ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് ഫ്രം ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് ഫ്രം ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് ഫ്രം ക്രിക്കറ്റ് ടു ക്യാൻസർ ആൻഡ് ബാക്ക്. ഓക്കെ, ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് ഫ്രം ക്രിക്കറ്റ് ടു ക്യാൻസർ ആൻഡ് ബാക്ക്. ഇതാണ് ആരുടെ, യുവരാജ് സിംഗിന്റെ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, സാനിയ മിർസയുടെ അറിയാമോ? സാനിയ മിർസയുടെ ഓട്ടോബയോഗ്രഫി ആണ് ഏസ് അഗെയിൻസ്റ്റ് ഓഡ്സ് കേട്ടോ. ഏസ് അഗെയിൻസ്റ്റ് ഓഡ്സ്. ഏസ് അഗെയിൻസ്റ്റ് ഓഡ്സ് എന്നുള്ളത് ആരുടെ ഓട്ടോബയോഗ്രഫി ആണ്, സാനിയ മിർസയുടെ ഓട്ടോബയോഗ്രഫി ആണ്. സോ ഞാൻ ഈ പറഞ്ഞ ബുക്കുകളെല്ലാം പലതവണ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. SSCയുടെ മിക്ക എക്സാമിനും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. സോ ഇതെല്ലാം കൂടി ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, എന്റെ കൂടെ തന്നെ പഠിച്ചോ. ഓക്കെ, അപ്പോ ദ റേസ് ഓഫ് മൈ ലൈഫ് എന്നുള്ളത് ആരുടെയാണ്, ദ റേസ് ഓഫ് മൈ ലൈഫ് എന്നുള്ളത് മിൽഖാ സിംഗിന്റെ ആണ്. പ്ലേയിങ് ടു വിൻ എന്നുള്ളത് സൈന നെഹ്വാൾ. പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നുള്ളത് സച്ചിൻ ടെണ്ടുൽക്കർ. Then Ace against odds എന്നുള്ളത് സാനിയ മിർസ. The test of my life from cricket to cancer and back എന്നുള്ളത് ആരുടെയുമാണ്, യുവരാജ് സിംഗിന്റെയുമാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തേക്കുക, പഠിച്ചേക്കുക. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളെല്ലാം
ക്ലിയർലി പഠിച്ചേക്കുക. ഓക്കെ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഗ്രികൾച്ചറൽ ഫെസ്റ്റിവൽ ഓഫ് അരുണാചൽ പ്രദേശ് ആൻഡ് സെലിബ്രേറ്റഡ് ബൈ ദി ഗാലോ ട്രൈബ്? അപ്പൊ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലെ ഗാലോ ട്രൈബ് പെർഫോം ചെയ്യുന്ന അഗ്രികൾച്ചറൽ ഫെസ്റ്റിവൽ ഏതാണ്? അരുണാചൽ പ്രദേശിലെ ഗാലോ ട്രൈബ് സെലിബ്രേറ്റ് ചെയ്യുന്ന അഗ്രികൾച്ചർ ഫെസ്റ്റിവൽ ഏതാണ്? നമ്മുടെ റീസെന്റ് എക്സാംസിന്റെ ടോട്ടലി ഒരു ട്രെൻഡ് നോക്കുവാണെങ്കിൽ തന്നെ ആർട്സ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻസ് വരാറുമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, അരുണാചൽ പ്രദേശ് ടിക്ക് ചെയ്ത് തന്നെ പഠിച്ചോ. ട്രൈബ് ഗാലോ ട്രൈബ്. അരുണാചൽ പ്രദേശിലെ ഗാലോ ട്രൈബ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ മോപ്പിൻ ഫെസ്റ്റിവൽ ആണ്. ഓക്കെ, അരുണാചൽ പ്രദേശിലെ ഗാലോ ട്രൈബ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണ്? മോപ്പിൻ ഫെസ്റ്റിവൽ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള അരുണാചൽ പ്രദേശിലെ കുറച്ച് ഫെസ്റ്റിവൽസ് കൂടി ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞുതരാം. ഏതൊക്കെയാണെന്ന് അറിയാമോ? ബൂറി ബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ. ഓക്കെ, ബൂറി ബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ. ദെൻ സലങ് ഫെസ്റ്റിവൽ. ഓക്കെ, ബൂറി ബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ, സലങ് ഫെസ്റ്റിവൽ. ദെൻ സിയാങ് റിവർ ഫെസ്റ്റിവൽ. ഓക്കെ, സിയാങ് റിവർ ഫെസ്റ്റിവൽ, ബൂറി ബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ, സലങ് ഫെസ്റ്റിവൽ, സിയാങ് റിവർ ഫെസ്റ്റിവൽ. ദെൻ പക്കേ പാഗ ഹോൺബിൽ ഫെസ്റ്റിവൽ. ഓക്കെ, എന്താണ്? പക്കേ പാഗ ഹോൺബിൽ ഫെസ്റ്റിവൽ. ഇതെല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. ഓക്കെ, ബൂറി ബൂട്ട് യുള്ളോ ഫെസ്റ്റിവല്, സോലങ് ഫെസ്റ്റിവല്, സിയാങ് റിവർ ഫെസ്റ്റിവല്, പക്കേ പാഗ ഹോൺബിൽ ഫെസ്റ്റിവൽ എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അരുണാചൽ പ്രദേശിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ ബൂറി ബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ട്രൈബ്സ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ ഡയറക്ട്ലി വന്നു. അതുകൂടി നോട്ട് ചെയ്തോളുക. നിഷി ട്രൈബ് ആണ് കേട്ടോ, നിഷി. ഓക്കെ, ബൂറി ബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ട്രൈബൽ ഗ്രൂപ്പ് ആണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ നിഷി ട്രൈബ്. ഓക്കെ, അപ്പൊ ബൂറി ബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ, സോലങ് ഫെസ്റ്റിവൽ, സിയാങ് റിവർ ഫെസ്റ്റിവൽ, പക്കേ പാഗ ഹോൺബിൽ ഫെസ്റ്റിവൽ എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. അത് ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ പക്കേ പാഗ ഹോൺബിൽ ഫെസ്റ്റിവൽ അരുണാചൽ പ്രദേശിലാണെന്ന് പറയുമ്പോൾ ഹോൺബിൽ ഫെസ്റ്റിവൽ കേട്ടിട്ടുണ്ടോ? എവിടെയാണെന്നറിയാമോ? ഹോൺബിൽ ഫെസ്റ്റിവൽ, പക്കേ പാഗ ഹോൺബിൽ ഫെസ്റ്റിവൽ അത് അരുണാചൽ പ്രദേശിലാണെന്ന് പറഞ്ഞു. ഹോൺബിൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഹോൺബിൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് നാഗാലാൻഡിലാണ് കേട്ടോ. ഹോൺബിൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? നാഗാലാൻഡിലാണ്. ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ എത്ര ഡേയ്സ് ഫെസ്റ്റിവൽ ആണ്? 10 days ഫെസ്റ്റിവൽ ആണ് കേട്ടോ. ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ എത്ര ഡേയ്സ് ഫെസ്റ്റിവൽ ആണ്? 10 days ഫെസ്റ്റിവൽ ആണ്. ഇത് എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഡിസംബർ 1 to 10 ആണ്. ഓക്കെ, അപ്പൊ ഹോൺബിൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? നാഗാലാൻഡിലാണ്. ഇത് എത്ര ഡേയ്സ് ഫെസ്റ്റിവൽ ആണ്? 10 days ഫെസ്റ്റിവൽ ആണ്. ഇത് ഏത് മാസമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഡിസംബർ 1 to 10. ഈ കണക്റ്റഡ് ആയിട്ട് പറഞ്ഞ ഓരോ പോയിന്റ്സും എക്സാമിന്റെ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പല എസ്സിയുടെ പല എക്സാം ചോദിച്ചിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഹോൺബിൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് നാഗാലാൻഡില് എത്ര ഡേയ്സ് ആണെന്ന് ഓർമ്മയുണ്ടോ? 10 days ഫെസ്റ്റിവൽ. ഏത് മാസമാണ്? ഡിസംബർ മാസം. ദെൻ ഡിസംബർ 1 to 10 ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ലൈഡിൽ പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പറയുന്നു. അരുണാചൽ പ്രദേശിലെ ഗാലോ ട്രൈബ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ, ഗാലോ മറക്കണ്ട, ഗാലോ ട്രൈബ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഇത് മോപ്പിൻ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ദെൻ അരുണാചൽ പ്രദേശിലെ നിഷി ട്രൈബ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഇത് ബൂറി ബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ദെൻ അതുപോലെ സോലങ് ഫെസ്റ്റിവൽ, സിയാങ് റിവർ ഫെസ്റ്റിവൽ, പക്കേ പാഗ ഹോൺബിൽ ഫെസ്റ്റിവൽ എവിടെയാണ്? അരുണാചൽ പ്രദേശിൽ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഗെയർ ഡാൻസ് ഈസ് പെർഫോംഡ് ബൈ ദി ഡാഷ് രാജസ്ഥാൻ കമ്മ്യൂണിറ്റി ഓഫ്. അപ്പൊ ഈ ഗെയർ ഡാൻസ് ഉണ്ടല്ലോ, ഇനി എപ്പോഴും നമ്മളെ GK വായിക്കുമ്പോൾ എന്ത് വേണമെന്ന് അറിയാമോ? ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഫാക്ട് വരുന്നുണ്ടെങ്കിൽ ആ ഫാക്ട് കൂടി പഠിച്ചു വെക്കാം. ഫോർ എക്സാമ്പിൾ, ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ ബൈ ഔട്ട് ചെയ്യാതെ പഠിക്കുമ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ
ക്വസ്റ്റിനകത്ത് വരുന്ന ഫാക്ട് കൂടെ പഠിച്ചു വെക്കണം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരിക ഗെയർ ഡാൻസ് എവിടെയാണെന്നായിരിക്കും. ഓക്കെ, അപ്പൊ പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഗെയർ ഡാൻസ് പെർഫോം ചെയ്യുന്നത് രാജസ്ഥാനിലെ ഏത് ട്രൈബ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ബില്ലാണ്. ഓക്കെ, അപ്പൊ ഗെയർ ഡാൻസ് പെർഫോം ചെയ്യുന്നത് എവിടെയാ? രാജസ്ഥാനിലെ ഏത് ട്രൈബ് ആണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ രാജസ്ഥാനിലെ ബിൽ ട്രൈബ് ആണ്. ഓക്കെ ആണല്ലോ. ഗെയർ ഡാൻസ് രാജസ്ഥാനിലെ ബിൽ ട്രൈബ്. ഓക്കെ, ദെൻ രാജസ്ഥാൻ എന്ന് പറയുന്ന സ്റ്റേറ്റ് കേൾക്കുമ്പോഴേ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഡാൻസ് ഫോം ആണ് കൽബേലിയ ഡാൻസ് ഫോം, അല്ലേ? കൽബേലിയ ഡാൻസ് ഫോം. അപ്പൊ കൽബേലിയ ഡാൻസ് ഫോം സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് രാജസ്ഥാൻ. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആണ്, പഠിച്ചോണേ. കൽബേലിയ ഡാൻസ് പെർഫോം ചെയ്യുന്ന സ്റ്റേറ്റ് ആണ് ഏത്? രാജസ്ഥാൻ. കൽബേലിയ ഡാൻസ് ഫോം ഈസ് ഓൾസോ നോൺ ആസ് സപ്പേറ ഡാൻസ്. ഓക്കെ, കൽബേലിയ ഡാൻസ് ഫോം ഈസ് ഓൾസോ നോൺ ആസ് സപ്പേറ ഡാൻസ്. സപ്പേറ ഡാൻസ് എന്നറിയപ്പെടുന്ന ഡാൻസ് ആണ് ഏത്? കൽബേലിയ ഡാൻസ്. സപ്പേറ ഡാൻസ് അല്ലെങ്കിൽ സ്നേക്ക് ഡാൻസ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, കൽബേലിയ ഡാൻസിനെയാണ് സപ്പേറ ഡാൻസ് അല്ലെങ്കിൽ സ്നേക്ക് ഡാൻസ് എന്ന് അറിയപ്പെടുന്നത്. ഈ സപ്പേറ ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പേഴ്സന്റെ പേര് റീസെന്റ് നടന്നൊരു എക്സാമിന് ചോദിച്ചു. സോ സപ്പേറ ഡാൻസ് കൽബേലിയ ആണെന്ന് അറിയാമെങ്കിൽ അയാൾ കൽബേലിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. ആളുടെ പേര് ഗുലാബോ സപ്പേറ. ഓക്കെ, ഗുലാബോ സപ്പേറ. ഓക്കെ, ഗുലാബോ സപ്പേറ. അപ്പൊ ഗുലാബോ സപ്പേറ ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ സപ്പേറ ഡാൻസ് ആണ്. ഓക്കെ, ഗുലാബോ സപ്പേറ ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ സപ്പേറ ഡാൻസ് അല്ലെങ്കിൽ സപ്പേറ ഡാൻസ് എന്ന് പറയുന്നത് ഏതാണ്? കൽബേലിയ ഡാൻസ് ആണ്. ഓക്കെ, അപ്പോ ഇനി ശ്രദ്ധിക്കേണ്ടതാ ഇന്നലെ നടന്ന CHSL എക്സാമിന് വരെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. ഈ കൽബേലിയ ഡാൻസ് ഫോമിനെ യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുന്ന വർഷം എന്നാണ്? അല്ലെങ്കിൽ ആ വർഷം തന്നിട്ട് ആ വർഷത്തിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് താഴെ പറയുന്നവയിൽ ഏത് ഡാൻസ് ഫോമിനെ ആഡ് ചെയ്തു? ഓക്കെ, അപ്പൊ കൽബേലിയ ഡാൻസ് ഫോം ഇന്നലെ നടന്ന എക്സാമിന് ചോദിച്ചു. അതായത് നമ്മുടെ എക്സാംസ് നോക്കണം, നമുക്ക് റീസെന്റ് പാറ്റേൺ നമ്മൾ മനസ്സിലാക്കുവാണെങ്കിൽ ആ പാറ്റേൺ അനുസരിച്ച് തന്നെ നമ്മൾ പഠിച്ചാൽ വരുന്ന എക്സാംസിൽ നമുക്ക് ഒരുവിധ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സെയിം മെത്തേഡിൽ സെയിം മോഡൽ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇനിയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നലെ കൂടി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എന്താണ്? കൽബേലിയ ഡാൻസ് ഫോം, ഇല്ലേ? കൽബേലിയ ഡാൻസ് ഫോം. ഈ കൽബേലിയ ഡാൻസ് ഫോമിനെ യുനെസ്കോ, ഓക്കെ, യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റ്, യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റ്, യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിലോട്ട് കൽബേലിയ ഡാൻസ് ഫോമിനെ ആഡ് ചെയ്യുന്ന വർഷം 2010 2010 2010 കൽബേലിയ ഡാൻസ് ഫോമിനെ യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് ഓർത്തിരിക്കാമല്ലോ. ഗെയർ ഡാൻസ് രാജസ്ഥാൻ, ഗെയർ ഡാൻസ് പെർഫോം ചെയ്യുന്നത് ബിൽ ട്രൈബ്. കൽബേലിയ ഡാൻസ് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ ഓർക്കുക രാജസ്ഥാൻ. കൽബേലിയ ഡാൻസ് ഫോം ഈസ് ഓൾസോ നോൺ ആസ് ഇപ്പൊ ഞാൻ രണ്ടാമത്തെ തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ആ പേര് ഓൾറെഡി വരണം. കൽബേലിയ ഡാൻസ് ഫോം ഈസ് ഓൾസോ നോൺ ആസ് സപ്പേറ ഡാൻസ്. കൽബേലിയ ഡാൻസ് ഫോം പെർഫോം ചെയ്യുന്ന ഒരാളാണ് ആര്? ഗുലാബോ സപ്പേറ എന്ന് പറയുന്നത്. ദെൻ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞത് കൽബേലിയ ഡാൻസ് ഫോമിനെ യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്ത വർഷം എന്നാണ്? 2010. ഓക്കെ, then we go to next question. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Elias Khan was born in Lucknow to a family of musicians. He was famous for playing. അപ്പോൾ ഇലായസ് ഖാൻ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഇലായസ് ഖാൻ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത പേഴ്സൺ ആണ് ഇലായസ് ഖാൻ? അപ്പൊ ഇലായസ് ഖാൻ പഠിച്ചു വെച്ചോ, സിത്താർ ആണ് കേട്ടോ. ഇലായസ് ഖാൻ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? സിത്താർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത ആളാണ് ആര്? ഇലായസ് ഖാൻ. അതുപോലെ തന്നെ നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് വിലായത്ത് ഖാൻ. ഓക്കെ, ഈ പേര് നോട്ട് ചെയ്തോണേ, ഒരു 2 to 3 ടൈംസ് എങ്കിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. വിലായത്ത് ഖാൻ. വിലായത്ത് ഖാൻ ഏത് ഇൻസ്ട്രുമെന്റ് തന്നെയാണ്? സിത്താർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു.
അപ്പൊ ഇലായസ് ഖാൻ സിത്താറാണ്. അതുപോലെ തന്നെ വിലായത്ത് ഖാനോ സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പൊ വിലായത്ത് ഖാൻ സിത്താർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പണ്ഡിറ്റ് രവിശങ്കറോ? പണ്ഡിറ്റ് രവിശങ്കർ സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോ വിലായത്ത് ഖാൻ സിത്താറാണ്. പണ്ഡിറ്റ് രവിശങ്കറും എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന കിട്ടിയ വർഷം എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. ഞാൻ ഈ കണക്റ്റഡ് ആയിട്ട് പറയുന്ന ഓരോ പോയിന്റ്സും സ്കിപ്പ് ചെയ്യല്ലേ. SSCയുടെ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെയാണ് ഓരോ കണക്റ്റഡ് ഫാക്റ്റുകളാക്കി വെച്ചേക്കുന്നത്. സോ പഠിക്കുന്ന ടൈമിൽ ഞാൻ ഈ പറഞ്ഞത് ഒന്നും സ്കിപ്പ് ചെയ്ത് പഠിക്കാൻ പാടില്ല, എല്ലാം അതുപോലെ അങ്ങ് പഠിച്ചേക്കുക. ഓക്കെ, അപ്പൊ ഇലായസ് ഖാൻ ആണെങ്കിൽ സിത്താറ്, ഇലായസ് ഖാൻ സിത്താറാണ്. അതുപോലെ വിലായത്ത് ഖാനും സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പണ്ഡിറ്റ് രവിശങ്കർ സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന കിട്ടിയ വർഷം എന്നാണ്? പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന കിട്ടിയ വർഷം എന്നാണ്? പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിച്ച വർഷം 1999 ഓക്കെ, പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിച്ച വർഷം എന്നാണ്? 1999 അതുകൂടി ഓർക്കുക. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അതിനു മുന്നേ നിങ്ങൾക്ക് ഓൺലൈൻ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാം. അപ്പൊ ഈ കോഴ്സിലെ ക്ലാസ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ക്ലാസ് ആയിരിക്കും. നിങ്ങൾക്ക് ഡയറക്ട്ലി ഇന്ററാക്ട് ചെയ്ത് തന്നെ പഠിക്കാൻ പറ്റും. ഇനി അബദ്ധവശാൽ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ തിരക്ക് കാരണം നമുക്ക് ക്ലാസ് കാണാൻ പറ്റിയില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. റെക്കോർഡ് വേർഷനായിട്ട് ക്ലാസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഫാക്കൽറ്റീസിനോട് ഡയറക്റ്റ്ലി ഡൗട്ട് ഉള്ള കാര്യങ്ങൾ ലൈവ് ക്ലാസ് കാണുന്നവർക്ക് ആ ടൈമിൽ തന്നെ ചോദിക്കാൻ പറ്റും. ദെൻ നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള പഠനത്തിന് ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ മെന്റർ സപ്പോർട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ ക്ലാസ് നോട്ട്സും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ താഴെ കാണുന്നവർ അല്ലെങ്കിൽ ഈ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം? ആപ്പ് ഡൗൺലോഡ് ചെയ്ത് 2999 രൂപയ്ക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മാഗ്നസ് കാൾസൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോർട്സ്? മാഗ്നസ് കാൾസൺ ഏത് സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. മാഗ്നസ് കാൾസൺ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ചെസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പൊ മാഗ്നസ് കാൾസൺ ഏത് രാജ്യക്കാരനാണെന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ മാഗ്നസ് കാൾസൺ ഏത് രാജ്യക്കാരനാണെന്ന് പഠിച്ചോ? ഏതാണ്? നോർവേക്കാരനാണ് കേട്ടോ. മാഗ്നസ് കാൾസൺ ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ നോർവേക്കാരനാണ്. അപ്പൊ മാഗ്നസ് കാൾസൺ ചെസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. മാഗ്നസ് കാൾസൺ ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർവേ. അപ്പൊ എക്സാമിന് സിമ്പിൾ ആയിട്ടുള്ള ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാമോ? നമ്മുടെ ചെസ് ബോർഡ് ഉണ്ടല്ലോ, ചെസ്സിൽ ടോട്ടൽ എത്ര ബോക്സുകളാണുള്ളത്? ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ചെസ്സിൽ ടോട്ടൽ എത്ര ബോക്സുകളാണുള്ളത്? അങ്ങനെ ചോദിച്ചാൽ അതിന്റെ ആൻസർ ചെസ്സിൽ ടോട്ടൽ 64 ബോക്സുകളാണുള്ളത് കേട്ടോ. ചെസ്സിൽ ടോട്ടൽ എത്ര ബോക്സുകളാണുള്ളത്? 64 ബോക്സുകളാണുള്ളത്. അതുപോലെ തന്നെ ഒരു തവണ നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് ഫയൽസ് ആൻഡ് റാങ്ക്സ്. ഓക്കെ, ഫയൽസ് ആൻഡ് റാങ്ക്സ്. ഈ ഫയൽസ് ആൻഡ് റാങ്ക്സ് എന്ന് പറയുന്ന ടേം എന്തുമായിട്ട് ഏത് ഗെയിമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോ ഫയൽസ് ആൻഡ് റാങ്ക്സ് എന്ന് പറഞ്ഞാൽ അതും ചെസ് ആണ്. ഓക്കെ, ഫയൽസ് ആൻഡ് റാങ്ക്സ് എന്ന് പറഞ്ഞാൽ അതും എന്താണ്? ചെസ് ആണ്. ഇതില് റാങ്ക്സ് എന്ന് പറഞ്ഞാൽ റോസും ഫയൽസ് എന്ന് പറഞ്ഞാൽ കോളംസും ആണ്. ഫയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോളംസും ആണ്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കാലോ. ടോട്ടൽ നമ്മുടെ ചെസ് ബോർഡിലുള്ള ബോക്സുകൾ എത്രയാണ്? 64. അപ്പൊ ഈ 64 പറഞ്ഞപ്പോഴാണ് നമ്മുടെ എല്ലോറ കേവ്സ് ഉണ്ടല്ലോ, എല്ലോറ കേവ്സ്. നമ്മുടെ എല്ലോറ കേവ്സ് എവിടെയാണെന്ന് അറിയാമോ? എല്ലോറ കേവ്സ് മഹാരാഷ്ട്രയിലാണ് കേട്ടോ. എല്ലോറ കേവ്സ് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അപ്പൊ ഡയറക്ട്ലി സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ സിമ്പിൾ ആക്കി ചോദിക്കും. എല്ലോറ കേവ്സ് എവിടെയാണെന്ന് പഠിച്ചു വെച്ചോ. എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഈ മഹാരാഷ്ട്ര അല്ലെങ്കിൽ ഈ മഹാരാഷ്ട്രയിലുള്ള വേറെ ഏതെങ്കിലും കേവ്സ് അറിയാമോ? എല്ലോറ കേവ്സ്, അജന്ത കേവ്സ്,
എലിഫന്റ കേവ്സ്, കാർല കേവ്, എല്ലാ എക്സാമിനും വന്നിട്ടുണ്ട്. കാർല കേവ്, കൻഹേരി കേവ്. ഈ കൻഹേരി ഒക്കെ റീസെന്റ് നടന്ന എക്സാമിനും ചോദിച്ചതാണേ. ഓക്കെ, അപ്പോ എല്ലോറ, അജന്ത, എലിഫന്റ, കാർല, കൻഹേരി എല്ലാ കേവ്സും എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. എല്ലോറ, അജന്ത, എലിഫന്റ, കാർല, കൻഹേരി എല്ലാം എവിടെയാണ്? മഹാരാഷ്ട്രയിലുള്ള കേവാണ്. എല്ലോറ കേവ്സ്, അജന്ത കേവ്സ്, എലിഫന്റ കേവ്സ്, കാർല കേവ്സ്, കൻഹേരി കേവ്സ് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഈ എല്ലോറ കേവ്സിൽ ടോട്ടൽ എത്ര ടെമ്പിൾസ് ആൻഡ് മൊണാസ്ട്രീസ് ആണ് ഉള്ളതെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എല്ലോറ കേവ്സിൽ ടോട്ടൽ എത്ര ടെമ്പിൾസ് ആൻഡ് മൊണാസ്ട്രീസ് ആണ് ഉള്ളത് അത് പറയാനായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഇവിടെ 64 പറഞ്ഞപ്പോൾ കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം. എല്ലോറ കേവ്സിലുള്ള ടോട്ടൽ ടെമ്പിൾസ് ആൻഡ് മൊണാസ്ട്രീസ് എത്രയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ 34 ആണ്, 34 ആണ്. ഓക്കെ, എല്ലോറ കേവ്സിലുള്ള ടോട്ടൽ ടെമ്പിൾസ് ആൻഡ് മൊണാസ്ട്രീസ് എത്രയാണ്? മറക്കല്ലേ, ഇനി എത്രയാണ്? 34 ആണ്. അതും ക്ലിയർ ആണല്ലോ. ഈ എല്ലോറ കേവ്സിനുള്ളിലാണ് കൈലാസ ടെമ്പിൾ ഉള്ളത്. ഓക്കെ, എല്ലോറ കേവ്സിനുള്ളിലാണ് എന്തുള്ളത്? കൈലാസ ടെമ്പിൾ ഉള്ളത്. ഈ കൈലാസ ടെമ്പിൾ ബിൽഡ് ചെയ്ത ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കൃഷ്ണ ഫസ്റ്റ് ആണ്. കൈലാസ ടെമ്പിൾ ബിൽഡ് ചെയ്ത ആരാണ്? കൃഷ്ണ ഫസ്റ്റ് ആണ് കൈലാസ ടെമ്പിൾ ബിൽഡ് ചെയ്യുന്നത്. ദെൻ റീസെന്റ് നടന്ന ലാസ്റ്റ് നടന്ന SSC ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് കൈലാസ ടെമ്പിൾ ഏത് റോക്ക് വെച്ചിട്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്? അതിന് ആൻസർ ബസാൾട്ട് റോക്ക് ആണ് കേട്ടോ. കൈലാസ ടെമ്പിൾ ഏത് റോക്ക് വെച്ചിട്ട് മെയ്ഡ് ചെയ്തിരിക്കുന്നത്? അതിന് ആൻസർ ബസാൾട്ട് റോക്ക്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പം മഹാരാഷ്ട്രയിലെ കേവ്സ് ഏതൊക്കെയാ? എല്ലോറ, അജന്ത, എലിഫന്റ, കാർല ആൻഡ് കൻഹേരി. ഓക്കെ, ദെൻ എല്ലോറ കേവ്സിലെ ടോട്ടൽ ടെമ്പിൾസ് ആൻഡ് മൊണാസ്ട്രീസ് എന്ന് പറഞ്ഞാൽ 34 ആണ്. എല്ലോറ കേവ്സിലുള്ള ടെമ്പിൾ ആണ് കൈലാസ ടെമ്പിൾ. കൈലാസ ടെമ്പിൾ ബിൽഡ് ചെയ്യുന്നത് കൃഷ്ണ ഫസ്റ്റ് ആണ്. ദെൻ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞ എന്തായിരുന്നു? ഇത് ഏത് റോക്ക് വെച്ചിട്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അതിന് ആൻസർ ബസാൾട്ട് റോക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് കൺട്രി ഹോസ്റ്റഡ് 1982 എഡിഷൻ ഓഫ് ഏഷ്യൻ ഗെയിംസ്? അല്ലെങ്കിൽ 1982 ഏഷ്യൻ ഗെയിംസ് എവിടെ വെച്ചിട്ടായിരുന്നു നടന്നത്? അതിനു മുന്നേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ലിയർലി മനസ്സിലാക്കിക്കോ. ഏഷ്യൻ ഗെയിംസ് ഫസ്റ്റ് എഡിഷൻ അല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസ് ആദ്യമായിട്ട് നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടാണ്. ഇൻ ദ ഇയർ 1951 ക്വസ്റ്റ്യൻ ഡയറക്ട്ലി വന്നിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസിന്റെ ഫസ്റ്റ് എഡിഷൻ. ഓക്കെ, ഏഷ്യൻ ഗെയിംസിന്റെ ഫസ്റ്റ് എഡിഷൻ. ഏഷ്യൻ ഗെയിംസിന്റെ ഫസ്റ്റ് എഡിഷൻ 1951 എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ട്. ഓക്കെ, ഏഷ്യൻ ഗെയിംസിന്റെ ഫസ്റ്റ് എഡിഷൻ 1951 എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഇതുപോലെ തന്നെ 1982 ഏഷ്യൻ ഗെയിംസും നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ. ഈ 2 വർഷങ്ങളും 2 വർഷവും ഏരിയയായി നമ്മുടെ ഇന്ത്യ എന്നുള്ളതും എത്രാമത്തെ എഡിഷൻ ആണെന്നുള്ളതും ഒരുപാട് തവണ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വന്നു. ഏഷ്യൻ ഗെയിംസ് ആദ്യമായിട്ട് ഇന്ത്യയിൽ നടക്കുന്നത് 1951 അത് ഫസ്റ്റ് എഡിഷൻ. ഓക്കെ, അതിനുശേഷം പിന്നീട് നടക്കുന്നത് 1982 അത് ഏത് എഡിഷൻ ആണെന്നും ക്വസ്റ്റ്യൻ വന്നു. 9th എഡിഷൻ ആണ്. ഏത് എഡിഷൻ ആണ്? 9th എഡിഷൻ. അപ്പൊ 1ാമത്തെയും 9ാമത്തെയും ഏഷ്യൻ ഗെയിംസിന്റെ എഡിഷൻ നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ട്. 1ാമത്തെ എഡിഷൻ ആണെങ്കിൽ എന്നായിരുന്നു? 1951 ദെൻ 9th എഡിഷൻ ആണെങ്കിൽ എന്നാണ്? 1982 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാമല്ലോ. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കരാഗം ഫോക്ക് ഡാൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്? അപ്പൊ കരാഗം ഫോക്ക് ഡാൻസ് ഏത് സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? കരാഗം അല്ലെങ്കിൽ കരാഗം ഫോക്ക് ഡാൻസ് ഏത് സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഇവിടെ ആൻസർ ഏതാണ്? കരാഗം. ആൻസർ തമിഴ്നാട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. According to the 2011 census, what is the literacy rate of New Delhi district? ന്യൂഡൽഹി
ന്യൂഡൽഹിയിലെ ലിറ്ററസി റേറ്റ് എത്രയാണ്? 88.01% ആണ്. എത്രയാണ്? 88.01% ആണ് ന്യൂഡൽഹിയിലെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് പഠിക്കണം. ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വരും. 74.04%. 1 സെക്കൻഡ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് എത്രയാണ്? 74.04%. ഇതില് മെയിൽ ലിറ്ററസി എത്രയാണെന്ന് അറിയണം, ഫീമെയിൽ ലിറ്ററസി എത്രയാണെന്ന് അറിയണം കേട്ടോ. പ്രോപ്പർലി പഠിക്കണേ. ബിക്കോസ് ഡയറക്ട്ലി മെയിൽ ലിറ്ററസി എത്രയാണെന്ന് ക്വസ്റ്റ്യൻ വന്നു, അതുപോലെ തന്നെ ഫീമെയിൽ ലിറ്ററസി. സെൻസസ് എന്ന് പറയുന്ന ടോപ്പിക് റീസെന്റ് നടന്ന എക്സാംസ് എല്ലാം നോക്കുവാണെങ്കിൽ അത്രയധികം ക്വസ്റ്റ്യൻസ് സെൻസസ് എന്ന് പറയുന്ന പോർഷനെ റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഏതെന്ന് പറയുന്നത്, സെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോ പറഞ്ഞത് ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 74.04%. അതിലെ മെയിൽ ലിറ്ററസി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 82.14%. ഫീമെയിൽ ലിറ്ററസി എത്രയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 65.46%. ഓക്കെ, എന്തുകൊണ്ടാണ് എടുത്തു പഠിക്കാൻ പറഞ്ഞത്? ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വന്നു, മെയിൽ ലിറ്ററസി എത്രയാണ്, അതുപോലെ തന്നെ ഫീമെയിൽ ലിറ്ററസി എത്രയാണ്. ഇത് കൂടാതെ തന്നെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ലിറ്ററസി ആൻഡ് ഫീമെയിൽ ലിറ്ററസി, അതും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ലിറ്ററസി ആൻഡ് ഫീമെയിൽ ലിറ്ററസി. മെയിൽ ലിറ്ററസിയും ഫീമെയിൽ ലിറ്ററസിയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? മെയിൽ ലിറ്ററസിയും ഫീമെയിൽ ലിറ്ററസിയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 16.63%. സോ അത് പഠിച്ചു വെക്കണേ. ലിറ്ററസി റേറ്റ്, ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് 74.04%. അതിൽ മെയിൽ ലിറ്ററസി ആണെങ്കിൽ 82.14ഉം ഫീമെയിൽ ലിറ്ററസി ആണെങ്കിൽ 65.46ഉം. ഡിഫറൻസ് ആണെങ്കിൽ എത്രയാണ്? 16.63% ആണ്. ലിറ്ററസി റേറ്റ് ഹൈ ആയിട്ടുള്ള സ്റ്റേറ്റ് അറിയാം, ഏതാണ്? കേരളയാണ്. ലിറ്ററസി റേറ്റ് ലോ ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതുമാണ്? ബീഹാറുമാണ്. ഇതുമാണ് ബീഹാർ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇന്ത്യയുടെ ലിറ്ററസി റേറ്റിന് മറക്കല്ലേ, എത്രയാണ്? 74.04%. അതിൽ മെയിൽ ലിറ്ററസി ആണെങ്കിൽ 82.14ഉം ഫീമെയിൽ ലിറ്ററസി ആണെങ്കിൽ 65.46ഉം. ഡിഫറൻസ് ആണെങ്കിൽ 16.63. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. വിച്ച് ഗുരു ഓഫ് കുച്ചിപ്പുടി ഡാൻസ് ഫോം റിസീവ്ഡ് പത്മഭൂഷൺ ഇൻ ദ ഇയർ 1998? ഇതും റീസെന്റ് ട്രെൻഡിനനുസരിച്ച് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഓരോ പേഴ്സൺസും അവർക്ക് ലഭിച്ച അവാർഡുകളും ചോദിക്കും. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ 1998. പക്ഷെ ഇവിടെ ഒരു ക്ലൂ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുക കുച്ചിപ്പുടി ഡാൻസർ ആണെന്നുണ്ട്, കുച്ചിപ്പുടി ഗുരുവാണെന്നുണ്ട്. അപ്പോ 1998 പത്മഭൂഷൺ ലഭിക്കുന്ന കുച്ചിപ്പുടി ഡാൻസ് ഫോമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കുച്ചിപ്പുടി ഡാൻസ് ഫോമിന്റെ ഗുരു എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഇവിടെ പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. കാരണം ഇതിൽ കുച്ചിപ്പുടി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരാളെ ഉള്ളൂ. ആരെന്നറിയാമോ? അപ്പൊ 1998 പത്മഭൂഷൺ ലഭിക്കുന്നത് കുച്ചിപ്പുടി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വെമ്പതി ചിന്നസത്യമാണ്. ആർക്കാണ്? വെമ്പതി ചിന്നസത്യത്തിനാണ് 1998 കുച്ചിപ്പുടി ഡാൻസിൽ എന്ത് ലഭിക്കുന്നത്? പത്മഭൂഷൺ ലഭിക്കുന്നത്. വെമ്പതി ചിന്നസത്യം പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുക, വേദാന്തം സത്യനാരായണ ശർമ്മ. ഓക്കെ, വെമ്പതി ചിന്നസത്യവും വേദാന്തം സത്യനാരായണ ശർമ്മ. ഓക്കെ, വേദാന്തം സത്യനാരായണ ശർമ്മ. ഈ വേദാന്തം സത്യനാരായണ ശർമ്മയും ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? കുച്ചിപ്പുടി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഗുരു വെമ്പതി ചിന്നസത്യവും വേദാന്തം സത്യനാരായണ ശർമ്മയും രണ്ടുപേരും ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? കുച്ചിപ്പുടി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഉദയശങ്കർ, ഉദയശങ്കർ പേര് കേട്ടിട്ടുണ്ടോ? ഈ ആളെ ബേസ് ചെയ്ത് ഒരുപാട് തവണ ക്വസ്റ്റ്യൻ വന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഈ ആളെ പറ്റി പറഞ്ഞു തരാൻ പോവാ ഫാക്ടുകള്. എന്റെ കൂട്ടത്തിൽ അങ്ങ് പഠിച്ചേക്കുമല്ലോ. ഓക്കെ, അപ്പൊ ഉദയശങ്കർ ഫാദർ ഓഫ് മോഡേൺ ഡാൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഫാദർ ഓഫ് മോഡേൺ ഡാൻസ് ഇൻ ഇന്ത്യ. ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വന്നു, ഉദയശങ്കർ ആണ് കേട്ടോ. ഫാദർ ഓഫ് മോഡേൺ ഡാൻസ് ഇൻ ഇന്ത്യ. ഓക്കെ, ഫാദർ ഓഫ് മോഡേൺ ഡാൻസ് ഇൻ ഇന്ത്യ.
ഫാദർ ഓഫ് മോഡേൺ ഡാൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരെയാണ്? ഉദയ് ശങ്കറിനെയാണ്. ഇയാൾ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ തിയേറ്ററിക്കൽ ടെക്നിക്സിനെ നമ്മുടെ ഇന്ത്യയുടെ ക്ലാസിക്കൽ ഡാൻസ് അല്ലെങ്കിൽ ഫോക്ക് ഡാൻസുമായിട്ട് മിക്സ് ചെയ്ത് പുതിയൊരു ഡാൻസ് ഫോം ക്രിയേറ്റ് ചെയ്തു. പറയുന്നത് മനസ്സിലായോ? യൂറോപ്യൻ തിയേറ്ററിക്കൽ ടെക്നിക്സിനെ നമ്മുടെ ഇന്ത്യയുടെ ക്ലാസിക്കൽ ഡാൻസ് അല്ലെങ്കിൽ ഫോക്ക് ഡാൻസുമായിട്ട് മിക്സ് ചെയ്ത് പുതിയൊരു ഡാൻസ് ഫോം ക്രിയേറ്റ് ചെയ്തു. അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഡാൻസ് ഫോമിനെ ആദ്യകാലങ്ങളിൽ ഹായ് ഡാൻസ് എന്നറിയപ്പെട്ടു. ഓക്കെ, അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്ത ഡാൻസ് ഫോമിനെ ആദ്യകാലങ്ങളിൽ ഹായ് ഡാൻസ് എന്നറിയപ്പെട്ടു. ലേറ്റർ ഇറ്റ് ഈസ് നോൺ ആസ് ക്രിയേറ്റീവ് ഡാൻസ്. പിന്നീട് എന്തു അറിയപ്പെട്ടു? ക്രിയേറ്റീവ് ഡാൻസ് എന്നും അറിയപ്പെട്ടു. ഒരുപാട് തവണ ഉദയ് ശങ്കറിന്റെ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഉദയ് ശങ്കർ ഫാദർ ഓഫ് മോഡേൺ ഡാൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന ആളാണ് ഉദയ് ശങ്കർ. യൂറോപ്യൻ തിയേറ്ററിക്കൽ ടെക്നിക്സിനെ നമ്മുടെ ഇന്ത്യയുടെ ക്ലാസിക്കൽ ഡാൻസ് അല്ലെങ്കിൽ ഫോക്ക് ഡാൻസുമായിട്ട് മിക്സ് ചെയ്ത് പുതിയൊരു ഡാൻസ് ഫോം ക്രിയേറ്റ് ചെയ്തു. അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്ത ഡാൻസ് ഫോമിനെ ആദ്യകാലങ്ങളിൽ ഹായ് ഡാൻസ് എന്നറിയപ്പെട്ടു. ലേറ്റർ ഇറ്റ് ഈസ് നോൺ ആസ് ക്രിയേറ്റീവ് ഡാൻസ്. ഈ ഉദയ് ശങ്കറിന് പത്മവിഭൂഷൺ ലഭിച്ച വർഷം ഇമ്പോർട്ടന്റ് ആണ്. ഉദയ് ശങ്കറിന് പത്മവിഭൂഷൺ ലഭിച്ച വർഷം. ഉദയ് ശങ്കറിന് പത്മവിഭൂഷൺ ലഭിച്ച വർഷം അത് 1971 ഓക്കെ, ഉദയ് ശങ്കറിന് പത്മവിഭൂഷൺ ലഭിച്ച വർഷം എന്നാണ് 1971 അതുകൂടി ഓർക്കുക. കേലുചരൺ മോഹപാത്ര അറിയാലോ, ഒഡീസി ആണല്ലേ. കേലുചരൺ മോഹപാത്ര ഒഡീസി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഈ കേലുചരൺ മോഹപാത്രയ്ക്ക് പത്മവിഭൂഷൺ ലഭിച്ച വർഷം എക്സാമിന് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട്. കേലുചരൺ മോഹപാത്രയ്ക്ക് പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം 2000 ഓക്കെ, കേലുചരൺ മോഹപാത്രയ്ക്ക് പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം എന്നാണ് അത് 2000 അത് ഓർക്കാലോ. Then ഗുരു വിപിൻ സിംഗ് ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വന്നു. ഏത് ഡാൻസ് ഫോമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? മണിപ്പൂരി ഡാൻസ് ഫോമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. 4 പേരും എക്സാമിൽ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചോളുക. ഉദയ് ശങ്കർ ഓക്കെ, ഫാദർ ഓഫ് മോഡേൺ ഡാൻസ് ഇൻ ഇന്ത്യ. അല്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഉദയ് ശങ്കർ റിലേറ്റഡ് ടു വിച്ച് ഡാൻസ് ഫോം എന്ന് ക്വസ്റ്റ്യൻ വന്നു. അവിടെ ആൻസർ ആയിട്ട് ഉണ്ടായിരുന്നത് എന്താണെന്ന് അറിയാമോ? ഫ്യൂഷൻ ഡാൻസ് ആണ് കേട്ടോ. അവിടെ ആൻസർ ആയിട്ട് ഉണ്ടായിരുന്നത് എന്തായിരുന്നു? ഫ്യൂഷൻ ഡാൻസ്. അപ്പൊ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. വീണ്ടും പറയുന്നു, എക്സാംസിന്റെ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഓരോ പോയിന്റുകളും. സോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ എല്ലാം പ്രോപ്പർലി പഠിച്ചുകൊള്ളുക. മാക്സിമം ക്ലാസ് കേട്ട് അതിന്റെ കൂടെ തന്നെ പഠിക്കുക. പിന്നീടുള്ള ടൈം റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക. എന്തായാലും നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് പഠിക്കുമല്ലേ, അപ്പൊ തന്നെ അങ്ങ് പഠിച്ചു പോയേക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ എവിടെയായിരുന്നു? ഫാദർ ഓഫ് മോഡേൺ ഡാൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഉദയ് ശങ്കറിനെയാണ്. ഗുരു വിപിൻ സിംഗ് മണിപ്പൂരി ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. വെമ്പതി ചിന്നസത്യമാണെങ്കിൽ ഭരതനാട്യവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. വെമ്പതി ചിന്നസത്യമാണെങ്കിൽ കുച്ചിപ്പുടി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. വേദാന്തം സത്യനാരായണ ശർമ്മയും കുച്ചിപ്പുടിയുമാണ്. 1998 വെമ്പതി ചിന്നസത്യത്തിന് പത്മഭൂഷൺ ലഭിക്കുന്നത്. ഓക്കെ, which among the following states has the highest sex ratio in India according to 2011? 2011 സെൻസസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സെക്സ് റേഷ്യോ ഉള്ളത് എവിടെയാണ്? അത് കേരളത്തിലാണ്. എക്സാമിന് ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വന്നു, കേരളത്തിന്റെ ഇന്ത്യയുടെ സെക്സ് റേഷ്യോ എത്രയാണ്? അപ്പൊ സെക്സ് റേഷ്യോ പറയുമ്പോൾ എപ്പോഴും 1000 മെയിൽസ് ഉള്ളത് അവിടെ കോൺസ്റ്റന്റും 1000 മെയിൽസിന് എത്ര ഫീമെയിൽസ് അങ്ങനെയാണ് പറയാറ്. അപ്പൊ ഇന്ത്യയുടെ സെക്സ് റേഷ്യോ എത്രയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 943 ആണ് കേട്ടോ. ഇന്ത്യയുടെ സെക്സ് റേഷ്യോ എത്രയാണ്? 943 ഇന്ത്യയുടെ സെക്സ് റേഷ്യോ. ഇതുപോലെ തന്നെ ഇതില് അർബൻ ഏരിയാസിലെ സെക്സ് റേഷ്യോ എത്രയാണ്? റൂറൽ ഏരിയാസിലെ സെക്സ് റേഷ്യോ എത്രയാണ്? അതും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അർബൻ ഏരിയാസിലാണെങ്കിൽ 949 റൂറൽ ഏരിയാസിലെ സെക്സ് റേഷ്യോ 929 ആണ്. അതുകൂടി ഓർക്കുക. 2011 സെൻസസ് പ്രകാരം നമ്മുടെ സെക്സ് റേഷ്യോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 943. അതിൽ അർബൻ ഏരിയസിലാണെങ്കിൽ 949 റൂറൽ ഏരിയസിലാണെങ്കിൽ 929 ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
Dr. APJ Abdul Kalam, famous Indian scientist, autobiography is known as. അപ്പൊ അബ്ദുൽ കലാമിന്റെ ഓട്ടോബയോഗ്രഫി ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്? വിങ്സ് ഓഫ് ഫയർ എന്നാണ് അല്ലേ? വിങ്സ് ഓഫ് ഫയർ ആണ് അബ്ദുൽ കലാമിന്റെ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. വൺ ലൈഫ് ഈസ് നോട്ട് എനഫ് ആരുടെയെന്നറിയാമോ? വൺ ലൈഫ് ഈസ് നോട്ട് എനഫ് എന്നുള്ളത് ആരുടെയെന്നറിയാമോ? വൺ ലൈഫ് ഈസ് നോട്ട് എനഫ്. വൺ ലൈഫ് ഈസ് നോട്ട് എനഫ് എന്നുള്ളത് നത്വാർ സിംഗിന്റെ ബുക്കാണ് കേട്ടോ. നത്വാർ സിംഗ്. വൺ ലൈഫ് ഈസ് നോട്ട് എനഫ് എന്നുള്ളത് ആരുടെയാണ്? നത്വാർ സിംഗിന്റെ ബുക്കാണ്. വെയിറ്റിംഗ് ഫോർ എ വിസ. ദ റേസ് ഓഫ് മൈ ലൈഫ് മിൽഖ സിംഗിന്റെ ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ തുടക്കത്തിൽ നമ്മൾ പഠിച്ചല്ലേ? ആണ്. അപ്പം നമുക്ക് കുറച്ചുപേർക്കുള്ള പ്രശ്നമാണ്, നമ്മൾ എന്ത് ചെയ്യും? പഠിക്കുന്ന കാര്യങ്ങൾ അങ്ങ് മറന്നു അല്ലെ? എല്ലാം കൂടെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുമോ? ഇല്ല. ഡെഫിനറ്റ്ലി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും? മറന്നു. അപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പുതിയൊരു കാര്യങ്ങൾ കാണുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ റേസ് ഓഫ് മൈ ലൈഫ് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട് മിൽഖ സിംഗിന്റെ ആണെന്ന്. പക്ഷെ റേസ് ഓഫ് മൈ ലൈഫ് വീണ്ടും കാണുമ്പോൾ അത് ഓൾറെഡി നമ്മൾ കണക്ട് ചെയ്തെടുക്കണം. മുന്നേ പഠിച്ചു വെച്ച കാര്യങ്ങളെ നമ്മൾ തനി റീകളക്ട് ചെയ്തെടുക്കാൻ ശ്രമിച്ചാൽ കുറച്ചുകൂടി GK നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ വൺ ലൈഫ് ഈസ് നോട്ട് എനഫ് എന്നുള്ളത് നത്വാർ സിംഗ്. വിങ്സ് ഓഫ് ഫയർ എന്നുള്ളത് APJ അബ്ദുൽ കലാമിന്റെ ഓട്ടോബയോഗ്രഫി ആണ്. വെയിറ്റിംഗ് ഫോർ എ വിസ എന്നുള്ളത് BR അംബേദ്കറിന്റെ ആണ് കേട്ടോ. വെയിറ്റിംഗ് ഫോർ എ വിസ എന്നുള്ളത് ആരുടെയാണ്? BR അംബേദ്കറിന്റെ ആണ് കേട്ടോ. വെയിറ്റിംഗ് ഫോർ എ വിസ എന്നുള്ളത് ആരെയാണ്? BR അംബേദ്കറിൻ്റെതാണ്. ദ ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ BR അംബേദ്കറിന്റെ ആണ് കേട്ടോ. ദ ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ. ദ ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ എന്നുള്ളത് ആരുടെയാണ്? BR അംബേദ്കറിന്റെ ആണ്. ഓക്കെ, ദ ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ എന്നുള്ളത് BR അംബേദ്കറിന്റെ ആണ്. അതുപോലെ തന്നെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് ഇതെല്ലാം PYQ ചോദിച്ചിട്ടുള്ളതാണ്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്. ഓക്കെ, അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നത് ആരുടെയാണ്? BR അംബേദ്കറിന്റെ ആണ്. അപ്പൊ നമ്മൾ ഇപ്പം ഈ ഡിസ്കസ് ചെയ്ത ഒരു 11 ക്വസ്റ്റ്യൻസ് വരെ എത്തിയുള്ളെങ്കിലും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പിടിച്ചല്ലേ വരുന്നത്. അപ്പോ ഈ 11 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ തൊട്ടു മുന്നേ നടന്ന MDS എക്സാമിന്റെ പ്രീവിയസ് ഇയർ തന്നെയാണ് കേട്ടോ. MDS എക്സാമിന് തൊട്ടു മുന്നേ നടന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, Pandit Shivakumar Sharma, an Indian musician and composer, was the foremost exponent of. പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ക്ലിയർലി അറിയണം. പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ സന്തൂർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ സന്തൂർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പൊ സന്തൂർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത പേഴ്സൺ ആണ് ആര്? പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ എന്ന് പറയുന്നത്. ഓക്കെ, പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ സന്തൂർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയ്ക്ക് പത്മശ്രീയും ഓക്കെ അല്ലെങ്കിൽ അതിപ്പോ പറയണ്ട, ഇപ്പൊ ഇങ്ങനെ ഓർക്കുക. പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ ഏത് ഇൻസ്ട്രുമെന്റ് ആണെന്ന് ഓർക്കുക? സന്തൂർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ ഭജൻ സൊബോരി, ഉൽഹാസ് ബപ്പട്ട്, രാഹുൽ ശർമ്മ. ഓക്കെ, ഭജൻ സൊബോരി, ഉൽഹാസ് ബപ്പട്ട്, രാഹുൽ ശർമ്മ. ഇവരൊക്കെ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? സന്തൂർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ ഏത് ഇൻസ്ട്രുമെന്റ് ആണ്? സന്തൂർ ഇൻസ്ട്രുമെന്റ് ആണ്. ഭജൻ സൊബോരി, ഉൽഹാസ് ബപ്പട്ട്, രാഹുൽ ശർമ്മ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? സന്തൂർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. The Walker Cup is associated with which of the following sports? അപ്പൊ വാക്കർ കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? വാക്കർ കപ്പും അതുപോലെ റൈഡർ കപ്പും രണ്ടും PYQ ആണ്. വാക്കർ കപ്പും റൈഡർ കപ്പും. ഓക്കെ, വാക്കർ കപ്പും റൈഡർ കപ്പും രണ്ടും എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു?
ഗോൾഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, വാക്കർ കപ്പും റൈഡർ കപ്പും എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഗോൾഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. വാക്കർ കപ്പ് ഗോൾഫ് ആണെങ്കിൽ ഹോൾക്കർ കപ്പ് ഉണ്ട്. ഓക്കെ, ഹോൾക്കർ കപ്പ് ഉണ്ട്. ഹോൾക്കർ കപ്പും അതുപോലെ റുയ്യ ഗോൾഡ് കപ്പ്. ഓക്കെ, ഹോൾക്കർ കപ്പും അതുപോലെ റുയ്യ ഗോൾഡ് കപ്പ്. ഹോൾക്കർ കപ്പും റുയ്യ ഗോൾഡ് കപ്പും എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അറിയാമോ? ഹോൾക്കർ കപ്പും റുയ്യ ഗോൾഡ് കപ്പും ബ്രിഡ്ജുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ബ്രിഡ്ജ്. ഡെർബി ട്രോഫി. ഓക്കെ, ഡെർബി ട്രോഫി ഹോഴ്സ് റേസിംഗുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഡെർബി ട്രോഫി എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഹോഴ്സ് റേസിംഗുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. റൈഡർ കപ്പ്, വാക്കർ കപ്പ് ഗോൾഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പൊ റൈഡറും വാക്കറും ഗോൾഫ്. വാക്കർ ഗോൾഫ് ആണെങ്കിൽ ഹോൾക്കർ എന്താണ്? ബ്രിഡ്ജ് ആണ്. ഹോൾക്കറും റുയ്യ ഗോൾഡ് കപ്പും ബ്രിഡ്ജുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഡെർബി ട്രോഫി ആണെങ്കിലോ ഹോഴ്സ് റേസിംഗുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, which among the following is the famous harvest festival of Meghalaya? മേഘാലയയിലെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഏതാണ്? മേഘാലയ. ഇതിലെ ഹോൺബിൽ ഫെസ്റ്റിവൽ നമുക്കറിയാം എവിടെയാണ്? നാഗാലാൻഡിലാണ് കേട്ടോ. ഹോൺബിൽ ഫെസ്റ്റിവൽ എവിടെയാണ്? നാഗാലാൻഡിലാണ്. സൺബേൺ ഫെസ്റ്റിവൽ എവിടെയാണ്? ഗോവയിലാണ്. ചാപ്ചാർകട്ട് ഫെസ്റ്റിവൽ എവിടെയാണ്? മിസോറാമിലാണ് കേട്ടോ. ഇതെല്ലാം പഠിക്കേണ്ടതാണ്. നൊക്രങ് ഫെസ്റ്റിവൽ. ഓക്കെ, അപ്പൊ നൊക്രങ് ഫെസ്റ്റിവൽ ആണ്. നൊക്രങ് ഫെസ്റ്റിവൽ എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? മേഘാലയയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഏത്? നൊക്രങ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വാങ്കല ഫെസ്റ്റിവൽ. ഓക്കെ, വാങ്കല ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ? വാങ്കല ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേഘാലയയാണ് കേട്ടോ. വാങ്കല ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? മേഘാലയയിലാണ്. ഇമ്പോർട്ടന്റ് ആണ് പറയാൻ കാരണം വാങ്കല ഫെസ്റ്റിവൽ ഒരു പേരിൽ അറിയപ്പെടുന്നു, 100 ഡ്രം ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്നു. ഓക്കെ, 100 ഡ്രം ഫെസ്റ്റിവൽ. 100 ഡ്രം ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ വാങ്കല ഫെസ്റ്റിവൽ ആണ്. ഓക്കെ, 100 ഡ്രം ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ഏതാണ്? വാങ്കല ഫെസ്റ്റിവൽ ആണ്. വാങ്കല ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? മേഘാലയയിൽ. ഓക്കെ, അപ്പൊ 100 ഡ്രം ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന വാങ്കല ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് മേഘാലയയിൽ. ഏത് ട്രൈബൽ ഗ്രൂപ്പ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അതിന് ആൻസർ ഗാരോ ആണ് കേട്ടോ. ഇതാണ് ഗാരോ ട്രൈബൽ ഗ്രൂപ്പ്. ഞാൻ ഈ പറഞ്ഞ ഈ 3 പോയിന്റ്സും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. വാങ്കല ഫെസ്റ്റിവൽ എവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നു? മേഘാലയയിൽ. Which festival is known as 100 drum festival? വാങ്കല ഫെസ്റ്റിവൽ. Then സെലിബ്രേറ്റ് ചെയ്യുന്ന ട്രൈബൽ ഗ്രൂപ്പ് ആണ് ഏത്? ഗാരോ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് ബെഹദിൻക്ലാം ഫെസ്റ്റിവൽ. ഓക്കെ, ബെഹദിൻക്ലാം ഫെസ്റ്റിവൽ. ഈ ബെഹദിൻക്ലാം ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ആൻസർ മേഘാലയാണ് കേട്ടോ. ബെഹദിൻക്ലാം ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? മേഘാലയയിലാണ്. ബെഹദിൻക്ലാം ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ട്രൈബൽ ഗ്രൂപ്പ് ആണെന്ന് ചോദിച്ചാൽ ഇതിന് ആൻസർ ജയന്തിയ. ഓക്കെ, ബെഹദിൻക്ലാം ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ട്രൈബൽ ഗ്രൂപ്പ് ആണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഏതാണ്? ജയന്തിയ ആണ് കേട്ടോ. ഏത് ട്രൈബൽ ഗ്രൂപ്പാണ്? ജയന്തിയ. ഓക്കെ, ഭരതനാട്യം ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്റ്റേറ്റ്? അറിയാലോ, സിമ്പിൾ ആയിട്ട് അറിയാം. ഇത്തരത്തിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. ഇതൊക്കെ പക്ഷെ എല്ലാവരും ചെയ്യുന്ന ക്വസ്റ്റ്യൻസാ, എല്ലാവർക്കും കിട്ടുന്ന മാർഗ്ഗം ഇതൊക്കെ. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മലയാളീസിന്. അപ്പോൾ ഭരതനാട്യം ഏത് സ്റ്റേറ്റ് ആണ്? ഏത് സ്റ്റേറ്റിന്റെ ക്ലാസിക്കൽ ഡാൻസ് ഭരതനാട്യം? തമിഴ്നാടിന്റെ ക്ലാസിക്കൽ ഡാൻസ് ആണ് ഭരതനാട്യം. അങ്ങനെയാണെങ്കിൽ ഈ ഭരതനാട്യമായിട്ട് റിലേറ്റ് ചെയ്ത 5 പേഴ്സൺസിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. എക്സാമിന് ഡയറക്ട്ലി പേഴ്സൺസിന്റെ പേര് തന്നിട്ട് അവർ ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്ന് ക്വസ്റ്റ്യൻ വരും. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രുക്മിണി ദേവി അരുന്തലെ, പത്മ സുബ്രഹ്മണ്യം,
യാമിനി കൃഷ്ണമൂർത്തി. ഇവരെ പറ്റി ശരിക്കും കുറച്ച് ഫാക്റ്റുകളും കുറച്ച് വർഷങ്ങളും ഒക്കെ പഠിക്കാനുണ്ട്. അത് നമുക്ക് വരുന്ന ക്ലാസ്സിൽ പതിയെ പഠിക്കാം. കാരണം എല്ലാം കൂടെ വർഷം ഒരുമിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാം കൂടെ പഠിച്ചെടുക്കാൻ പറ്റൂല. അതുകൊണ്ട് അത് നമുക്ക് വരുന്ന ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിരുന്ന പോലെ ക്ലിയർലി അങ്ങ് പഠിച്ചു വെച്ചോ. രുക്മിണി ദേവി അരുന്തലെ, പത്മ സുബ്രഹ്മണ്യം, യാമിനി കൃഷ്ണമൂർത്തി, തഞ്ചോർ ബാലസരസ്വതി, അലാർമേൽ വല്ലി. ഈ 5 പേഴ്സൺസിന്റെ പേര് ഞാൻ ഒന്നുകൂടെ ക്ലിയർ ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. രുക്മിണി ദേവി അരുന്തലെ, പത്മ സുബ്രഹ്മണ്യം, യാമിനി കൃഷ്ണമൂർത്തി, തഞ്ചോർ ബാലസരസ്വതി, അലാർമേൽ വല്ലി. ഓക്കെ, രുക്മിണി ദേവി അരുന്തലെ, പത്മ സുബ്രഹ്മണ്യം, യാമിനി കൃഷ്ണമൂർത്തി, തഞ്ചോർ ബാലസരസ്വതി, അലാർമേൽ വല്ലി. ഈ 5 പേരും എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഭരതനാട്യം ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പേരുകൾ ഓർത്തേക്കുക. ഇവരുമായിട്ട് റിലേറ്റ് ചെയ്ത കുറെ ഫാക്ടുകൾ പഠിക്കാനുണ്ട്. നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Pommel house, Raman rings, vaulting table are few terms with which are related to. Pommel house, Raman rings, vaulting table. ഓക്കെ, ഇതൊക്കെ ഏത് ഗെയിമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ജിംനാസ്റ്റിക്സ് കേട്ടോ. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യും. Pommel house, Raman rings, vaulting table. Okay, Pommel house, Raman rings, vaulting table. എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ജിംനാസ്റ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. Pommel house, vaulting table, Raman rings. എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ ജിംനാസ്റ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. The Zoya Factor is a novel written by. അപ്പൊ സോയ ഫാക്ടർ എന്നുള്ള നോവല്, ദ സോയ ഫാക്ടർ എന്നുള്ള നോവല് എഴുതിയത് ആരാണ്? സോ അത് അനുജ ചൗഹാൻ ആണ് കേട്ടോ. ഓക്കെ, സോയ ഫാക്ടർ എന്നുള്ള നോവൽ എഴുതിയത് ആരാണ്? അനുജ ചൗഹാൻ. 1 സെക്കൻഡ്. ഓക്കെ, അപ്പൊ സോയ ഫാക്ടർ എന്നുള്ള നോവൽ ആരുടെയാണ്? അനുജ ചൗഹാൻ. ഓക്കെ, ഹോൺബിൽ ഫെസ്റ്റിവൽ ഇപ്പൊ അറിയാലോ, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞാ. ഹോൺബിൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇപ്പൊ ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ? കാരണം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ഹോൺബിൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് നാഗാലാൻഡ്. ഹോൺബിൽ ഫെസ്റ്റിവൽ നാഗാലാൻഡിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. കണക്റ്റഡ് ഫാക്ടുകൾ അറിയാലോ. കണക്റ്റഡ് ഫാക്ടുകൾ ഓർമ്മ വരുന്നുണ്ടോ? ഡിസംബർ 1 to 10 ആണ് ഹോൺബിൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നാഗാലാൻഡിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഹോൺബിൽ ഫെസ്റ്റിവൽ ഏത് മാസമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അതിന് ആൻസർ ഡിസംബർ മന്തിലാണ്. ഡിസംബർ എന്നാണ്? ഡിസംബർ 1 to 10 ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, Mrinalini Sarabhai, who received Padma Shri in the year 1965, was a recognized dancer. മൃണാളിനി സാരാഭായി ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഭരതനാട്യമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, മൃണാളിനി സാരാഭായി ഭരതനാട്യം ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അത് രണ്ടും ഓർത്തു വെച്ചോ. മൃണാളിനി സാരാഭായി, അതുപോലെ മല്ലിക സാരാഭായി, രണ്ടുപേരുടെയും കാര്യം ചോദിക്കാറുണ്ട് കേട്ടോ. മൃണാളിനി സാരാഭായി അതുപോലെ മല്ലിക സാരാഭായി. ഓക്കെ, അപ്പൊ മൃണാളിനി സാരാഭായി ആണെങ്കിൽ ഭരതനാട്യം ആൻഡ് കഥകളിയാണ് കേട്ടോ. കാരണം നമ്മുടെ റീസെന്റ് ട്രെൻഡിന് അനുസരിച്ച് ഇപ്പോൾ ഒരു ഡാൻസ് ഫോംസ് റിലേറ്റഡ് പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, അവർ ഒന്നിൽ കൂടുതൽ ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിൽ ആ 2 എണ്ണം കൂടി ആഡ് ചെയ്ത് ഓപ്ഷൻ ആയിട്ട് വരാറുണ്ട്. സോ അങ്ങനെ ചോദിച്ചാലും നമുക്ക് മാർഗം നഷ്ടപ്പെടാൻ പാടില്ല. സോ ഇത് ക്ലിയർലി പഠിച്ചോളുക. എന്താണ്? മൃണാളിനി സാരാഭായി. ഓക്കെ, മൃണാളിനി സാരാഭായി ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഭരതനാട്യം ആൻഡ് കഥകളി ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. മല്ലിക സാരാഭായി ആണെങ്കിലോ ഭരതനാട്യം ആൻഡ് കുച്ചിപ്പുടിയാണ്. ഓക്കെ, ഭരതനാട്യം ആൻഡ് കുച്ചിപ്പുടി. ഓക്കെ, മല്ലിക സാരാഭായി ആണെങ്കിൽ ഭരതനാട്യം ആൻഡ്
കുച്ചിപ്പുടി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പൊ മൃണാളിനി സാരാഭായി ആണെങ്കിൽ ഭരതനാട്യവും കഥകളിയും, മല്ലിക സാരാഭായി ആണെങ്കിൽ ഭരതനാട്യവും കുച്ചിപ്പുടിയുമാണ്. ഓക്കെ, in table tennis the length of the upper surface of the table. അപ്പോൾ ടേബിൾ ടെന്നീസിൽ ആ അപ്പർ സർഫസ് അതിന്റെ ലെങ്ത് എത്രയാണ്? നമുക്ക് റീസെന്റ് നടക്കുന്ന എക്സാംസ് നോക്കുവാണെങ്കിൽ ഈ സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ഡയമെൻഷൻസ് ഒക്കെ ഉണ്ടല്ലോ, എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വരുന്ന ക്ലാസ്സിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് നോക്കാം. ടേബിൾ ടെന്നീസിന്റെ അപ്പർ സർഫസിന്റെ അല്ലെങ്കിൽ ടേബിൾ ടെന്നീസ് ദ ലെങ്ത് ഓഫ് ദ അപ്പർ സർഫസ് ഓഫ് ദ ടേബിൾ. ആ ടേബിളിന്റെ അപ്പർ സർഫസിന്റെ ലെങ്ത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 274 സെന്റിമീറ്റർ ആണ് കേട്ടോ. എത്രയാണ്? 274 സെന്റിമീറ്റർ. അപ്പൊ സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ടുകളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മള് 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പൊ 20 ക്വസ്റ്റ്യൻസ് ആണോ നമ്മൾ ഡിസ്കസ് ചെയ്തേ? അല്ല. ശരിക്കും നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് പഠിച്ചു? കണക്റ്റഡ് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചില്ലേ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? ഈ പഠിച്ച കാര്യങ്ങളെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എക്സാമിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ആൻഡ് ഹാപ്പി ലേണിംഗ് ടു ഓൾ.